സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 22-ൻ്റെ 37, 38, 39, 40 ഞാൻ വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. നമ്മളിത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു അവനോട്, അപ്പോൾ അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ കാണാം, ഗുരു ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയാണ് വലുതും ഒന്നാമത്തെ കൽപ്പന. ഒന്നാമത്തെ ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകെ രണ്ടാമത്തെ വരുന്നുണ്ടെന്ന് അർത്ഥം. അതിനാണ് കർത്താവോട് ഒന്നാമത്തെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെയും വലിയതുമായ കൽപ്പന, ഒന്നാമത്തതും വലിയതുമായ കൽപ്പന എന്ന് പറയുന്നത് എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹം എന്തുവാ? നമുക്ക് 1 യോഹന്നാനൊക്കെ വായിക്കുമ്പോൾ അറിയാം, കർത്താവ് നമ്മുടെ യേശുവിൻ ഈ ഭൂമിയിൽ വന്നത് തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്ക് വേണ്ടി ജീവൻ വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ജീവൻ വെച്ച് തന്നത്. ആമേൻ. അത് തന്നെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം കർത്താവ് എക്സ്പ്രസ് ചെയ്തു, അല്ലേ? കർത്താവിൻ്റെ സ്നേഹം കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു ആ സ്നേഹത്തെ. അപ്പോൾ പുത്രനെ തന്നു, പുത്രൻ വന്നു, തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ച് തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് പിന്നെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ്റെ സ്നേഹത്തിൻ്റെ നീളം വീതി ആഴം അറിയണം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ ദൈവം അത് പകർന്നു തന്നിരിക്കും ആ സ്നേഹം. പക്ഷെ അതോടൊപ്പം ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തന്നതോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, ദൈവത്തെ നമ്മളും സ്നേഹിക്കണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. അപ്പം സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒന്നിനെയും ദൈവത്തോടുള്ള സമത്വം പോലും മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മളോടുള്ള ഒരൊറ്റ സ്നേഹം കാരണമാണ് കർത്താവ് വന്നത്. ആമേൻ. ആ സ്നേഹം നമുക്ക് കർത്താവ് കാണിച്ചു തന്നു. ഒന്നും കർത്താവിനെ ക്രൂശീകരിക്കാനും കർത്താവ് സമ്മതിച്ചു, തുപ്പാനും, കർത്താവിൻ്റെ താടി പിടിച്ച് വലിക്കാനും, വസ്ത്രം ഉരിയാനും, കായ്പവെള്ളം കൊണ്ടു കൊടുത്ത് അത് കുടിച്ച് ക്രൂശ് ചുമന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഇനി എന്താ സഹിക്കാനുള്ളേ? ആമേൻ. എന്ത് വന്നാലും ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ ക്രൂശിച്ചാലും ശരി, നിന്ദിച്ചാലും ശരി, എന്നാ ചെയ്താലും ശരി, ഞാനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെന്നുള്ളതാണല്ലോ ശരി, ഇവരെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ കർത്താവിന് അത്രയ്ക്ക് സ്നേഹം കാരണം നമുക്ക് വേണ്ടിയിട്ട് സകലതും സഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ മനുഷ്യപുത്രന്മാരെ, ഹല്ലേലൂയ, ദൈവപുത്രനോട് തുല്യരാക്കുവാൻ, സ്തോത്രം, ദൈവപുത്രൻ മനുഷ്യപുത്രനാകേണ്ടി വന്നു. ആ സ്റ്റാറ്റസ് എത്രമാത്രം കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം താഴ്ത്തിയെന്ന് നോക്കിക്കോണം. അത്രയും സ്നേഹമാണ് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് എക്സ്പ്രസ് ചെയ്ത് കാണിച്ച്. ഓക്കെ, ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ തന്നെ ഇരുന്നില്ല, കുറച്ചാൾ അവിടെ ഇരിക്കുക, അത് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഞാനെ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെയല്ലേ ഇരുന്ന്. കർത്താവിൻ്റെ സ്നേഹത്തിനൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ എക്സ്പ്രഷനാണ് നമ്മൾ കാൽവരി ക്രൂശിൽ അതിൻ്റെ പീക്ക് നമ്മൾ കണ്ടത്. ആ ദൈവസ്നേഹത്തിൻ്റെ അതിൻ്റെ ആ പീക്ക് നമ്മൾ കണ്ടു. കർത്താവിൻ്റെ ആ സ്നേഹം എത്ര ആഴം, എത്ര വലുതാണെന്നുള്ളത്. ഇങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചതെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഓരോ കാര്യം ആഗ്രഹിക്കുകയാണ്. നമുക്കും കർത്താവിനോടുള്ള സ്നേഹം വേറെ ഒന്നും, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതിനകത്ത് കർത്താവിനെ ഒന്നും പുറകോട്ട് വലിച്ചില്ല. വേദനയാകട്ടെ, കഷ്ടമാകട്ടെ, ദുഃഖമാകട്ടെ, നിന്ദയാകട്ടെ, മറ്റുള്ളവരാലുള്ള തിരസ്കരണമാകട്ടെ, ഇതൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ, ഹല്ലേലൂയ, ഇതൊന്നും കുറച്ച് കളഞ്ഞില്ല. എന്തുദ്ദേശത്തോട്ട് കർത്താവ് വന്നോ, കർത്താവ് അത് ആ സ്നേഹം കാരണം അത് നിവർത്തീകരിച്ച് നമ്മളെ വീണ്ടെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം എന്താ? അതുകൊണ്ട് കർത്താവിന് ഒന്നാമത്തെ കൽപ്പനയാണ്, അതാണ് ചോദിക്കുന്നത്, വലുതും
ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ എന്നെ ചെയ്യണം, നീ പകുതി ഹൃദയത്തോടും പകുതി ആത്മാവോടും പകുതി മനസ്സോടും കൂടെ സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മളോടുള്ള പൂർണ്ണമായിരുന്നു. അതുപോലെ ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തിരിച്ച്. അതാണ് മക്കളെ, അതാണ് ഒന്നാമത്തെയും വലുതും, അതാണ് ഒന്നാമത്തേത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം അതാ, അത് തന്നെയാണ് വലുത്. ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ് എന്തുവാ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ള. ആമേൻ. നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ അത്രയെല്ലാം പറിച്ച് നമ്മൾ പിടിച്ചു പറിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമില്ലേ? നമ്മുടെ പിള്ളേർ നമ്മളെ മാനിച്ചും നമുക്ക് വേണ്ടുന്ന കടംപെട്ടിരിക്കുന്നവർ ചെയ്തും പറഞ്ഞനുസരിച്ചും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം. നമ്മൾ ഉള്ളു തുറന്ന് അവരെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരായി നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ വീണ്ടെടുപ്പാൻ്റെ നമുക്ക് വേണ്ടിയിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളെ ചേർക്കാൻ ഇനിയും വരുന്ന നമ്മളെ ആ ഒരു തേജസ്സിലേക്ക് നയിക്കുന്ന അവനെ പോലെ ആക്കുന്ന ചെറുതായിട്ടൊരു എല്ലാവരെയും കൂടി വിളിച്ചങ്ങ് സ്വർഗത്തിൽ ഇരുത്തുക മാത്രമല്ല, നമ്മുടെ തേജസ് എത്ര വലുതായിരിക്കും അന്നേരം. ആമേൻ. കർത്താവ് നമ്മളെ തേജസ്കരിച്ച് എവർ ഇൻക്രീസിങ് ഗ്ലോറിയാണ് നമുക്ക്. നമ്മുടെ മഹത്വം വർദ്ധിച്ച് 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 നമ്മൾ റെവലേഷനിൽ കാണാൻ പറ്റും. നഗരത്തെ പ്രകാശിപ്പിക്കാൻ ഇനി സൂര്യൻ്റെ ചന്ദ്രൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം അതുപോലെയാണ് കർത്താവിൻ്റെ വെളിച്ചം. ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കർത്താവ് അവിടെ നിന്നാൽ ആ പരിസരം മുഴുവൻ വെളിച്ചമാണ്. അപ്പോൾ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ആരാണ്? യേശോപജനം. ഈ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ജസ്റ്റ് ഇങ്ങനെ ഇവിടുന്ന് വിടുവിച്ച് സ്വർഗത്തിൽ കൊണ്ടിരുത്താൻ മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മളോട് പ്രകാശിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. എന്തുവായിരിക്കും ആ ഒരവസ്ഥ? അപ്പോൾ അവനെ പോലെ നമ്മളെ ആക്കുവാണെങ്കിൽ നമ്മളിൽ കൂടിയുള്ള വെളിപ്പെടാനിരിക്കുന്ന തേജസ്, ഇതൊക്കെ ഓർത്തിട്ടാണ് അപ്പോസ്തലനെ പറയും. ചുമ്മാ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമല്ല, നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചില്ല. ഈ കാലത്തിലെ കഷ്ടം അതൊന്നൊരു വിഷയമല്ലെന്ന് പറയാൻ കാരണം നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്ന എത്ര വലുതാ. ആമേൻ. ഇതാണ് നമ്മുടെ ദൈവത്തിന് സ്നേഹമെങ്കിൽ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുവാണ്. സ്തോത്രം. നമ്മളും അവനെ സ്നേഹിക്കും. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ താഴെ പറയും, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. ഹല്ലേലൂയ. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. രണ്ടാമത്തേത് അതിനോട് സമം. എന്നതാ രണ്ടാമത്തെ? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് ഒന്നൊന്നും രണ്ടെന്നും പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തെ സ്ഥാനം കർത്താവിൻ്റെ തന്നെ, രണ്ടാമത്തത് അതിനോട് സമം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം ദൈവം ആഗ്രഹിക്കുന്നുവോ അതുപോലെ മനുഷ്യരെ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ആമേൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ദൈവം നമ്മുടെ അടുക്കൽ വന്ന് അത് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചെങ്കിൽ ദൈവത്തിനോട് നമുക്കുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വഴിയാണ് രണ്ടാമത്തെ കൽപ്പന. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ ആ വേറെ വചനഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് അതിനകത്ത് അത് തെളിയിക്കാനായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പം. നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമുക്കിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി കരയറ്റാം, ഇതെല്ലാം ചെയ്യാം. അതെല്ലാം നമുക്ക് ദൈവത്തോടുള്ള എക്സ്പ്രഷനാണ്. കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ പ്രവൃത്തികൾ, ഹല്ലേലൂയ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിൻ്റെ പേര് ചെയ്യുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തേത് അതിനോട് സമം. അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. എങ്ങനെ? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. പകുതി പകുതിയല്ല, പൂർണ്ണമായിട്ടുള്ള സ്നേഹം കർത്താവിന് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ താഴെ പറയുന്നത് രണ്ടാമത്തത് അതിനോട് സമം എന്ന് വെച്ചാൽ രണ്ടാമത്തതല്ലേ എന്നും പറഞ്ഞ് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തതല്ലേ ഏറ്റവും വലുത്. ആമേൻ. രണ്ടാമതല്ലേ ഇത്, അപ്പോൾ ഒന്നാമത്തത് മതി. രണ്ടാമത്തേക്ക് കുറച്ചാൽ അതില്ല. അതിനാണ് കർത്താവ് പറയുന്നത് അങ്ങനെ വില കുറച്ച് കാണാനുള്ളതല്ല, രണ്ടാമത്തത് അതിനോട് സമം. ആമേൻ. ഹല്ലേലൂയ. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം വായിക്കുമ്പം 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായത്തിനകത്തുണ്ട്. 1 യോഹന്നാൻ 5:3 നമുക്കവിടെ കാണാൻ പറ്റും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പം നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണ്ടേ?
അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പോൾ ആ കൽപ്പനകൾ ഭാരമുള്ളതാണോ? അല്ല, അത് ഭാരമുള്ളവയല്ല. ഇനി അവൻ്റെ കൽപ്പന എന്നാ? അവൻ്റെ കൽപ്പനയാണ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ 3:23. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. ആമേൻ. അപ്പോൾ അവൻ്റെ കൽപ്പന നമുക്കിതെല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം അവൻ്റെ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തിനോടുള്ള സ്നേഹം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ സ്നേഹിക്കാനുള്ളൊരു വഴിയാണ് നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പം നമ്മൾ ആരെയാണ് സ്നേഹിക്കുക? നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമുക്ക് ഈ തമ്മിൽ സ്നേഹിക്കാനുള്ള അതിൻ്റെ ഒരു റെമഡിയാണ് നമ്മൾ മറ്റുള്ളവരിൽ കർത്താവിനെ കണ്ടാൽ മതി. സ്തോത്രം. മറ്റുള്ളവരിൽ നമുക്ക് കർത്താവിനെ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവർ ചെയ്ത കാര്യങ്ങളും നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുമ്പിലുള്ള അവർ നമ്മളോട് പലതും ചെയ്ത് കാണും, പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണും. പക്ഷെ അതിൻ്റെ എല്ലാം മുമ്പിൽ കർത്താവ് നമുക്ക് വല്ല ഉപദ്രവം ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കർത്താവിനെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ എളുപ്പമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇവരെ ചെയ്യുന്ന കാര്യം ഫോക്കസ് ചെയ്തിട്ടിരിക്കുമ്പോൾ മറക്കാനും പറ്റത്തില്ല, നമ്മുടെ മനസ്സിനകത്തോട്ട് പോകത്തുമില്ല. ഇതിങ്ങനെ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഒരു ചാൻസ് വരുമ്പോൾ എന്തെങ്കിലും പറയാൻ നമുക്ക് അങ്ങ് തോന്നിപ്പോവും. പക്ഷെ അതിന് പകരം എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതല്ലേ, എൻ്റെ കർത്താവ് എനിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിയെ മനഃപൂർവ്വം അങ്ങ് ക്ഷമിച്ച് ഹല്ലേലൂയ, സ്തോത്രം. അവന് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്തു കൊടുക്കുന്നിടത്തോളം കാലം സാത്താനിട്ട് അവന് കിട്ടുന്ന ഇതിനേക്കാളും വലിയൊരു അടി വേറെ ഒന്നുമില്ല. സ്തോത്രം. നമ്മളെ എങ്ങനെയെങ്കിലും തമ്മിൽ അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാനാണ് ഇവൻ നോക്കിയിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ നമ്മൾ കർത്താവിനെ മറ്റുള്ളവരിൽ കണ്ടാൽ ഹല്ലേലൂയ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അതിനാണ് ഇത് രണ്ടോട് ചേർത്ത് കർത്താവിന് 1, 2 ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിനകത്ത് ഈ പറയപ്പെട്ട സംഭവങ്ങൾ എല്ലാം ഉണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവനോടുള്ള സ്നേഹം എന്തുവാ? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത്. എന്താ ദൈവത്തിൻ്റെ കൽപ്പന? അവൻ്റെ കൽപ്പനയോ നാം തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇത് രണ്ടും കണക്റ്റഡാണ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അറിഞ്ഞെങ്കിലേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കാണിക്കാൻ പറ്റും. ആമേൻ. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിനകത്ത് പറയുന്നത്, അതിൻ്റെ 4:20 1 ജോൺ 4:20 അതിൽ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടിട്ടില്ലാത്ത സഹോദരനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല? അല്ല, കാണുന്ന സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കും? ഹല്ലേലൂയ. അപ്പം ഞാൻ പക്ഷെ പറയുന്നതോ, എനിക്ക് ദൈവത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് എന്നെ ഇന്നുവരെ നടത്തിയത് എൻ്റെ കർത്താവ് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇവനെ കണ്ടാൽ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അല്ല, നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ തിളച്ച് പുകച്ച് കയറി വരുന്ന കാര്യങ്ങളൊക്കെ എന്തുവാ? ഇല്ലല്ലോ, അത് പറ്റത്തില്ല, ഇത് മതി, ഇതൊക്കെ കർത്താവ് ദ്രോഹിക്കാത്തതുകൊണ്ട് കർത്താവ് സ്നേഹം മാത്രം എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് കർത്താവിനെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇവനെ ഇഷ്ടമില്ല. ഈ പോളിസി നമുക്ക് നടക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മിടുക്കനാന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളനാന്ന് പറഞ്ഞാൽ കട്ടെടുക്കണ്ട. സ്തോത്രം. നമ്മൾ ആരുടെയും ഒരു ബാങ്കും തുറക്കണ്ട, എങ്ങും പോകണ്ട, വീട്ടിലിരുന്ന കള്ളനാകാനുള്ള ഒരൊറ്റ വഴി ഇതാ. സ്തോത്രം. ആരെയും ഉപദ്രവിക്കാതെ കള്ളനാകാം. എങ്ങനെയാ? ഇത് ചെയ്താൽ മതി. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നവരെ ഒന്നാമത്തെ രണ്ടാമത്തെയും കൽപ്പന കർത്താവ് പറഞ്ഞു. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അതായിരിക്കണം ഏറ്റവും വലുത്. നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തോട് കാണിക്കുകയാണ്, കർത്താവ് എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്, സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ച് കൊടുക്കുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ.
ആമേൻ. അപ്പം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറയാൻ എളുപ്പം, പക്ഷെ കർത്താവ് അനലൈസ് ചെയ്ത് കർത്താവിൻ്റെ സ്കാനിൽ കൂടി എൻ്റെ ഹൃദയം കയറി പോകുമ്പോൾ അറിയാം എന്നാ സ്നേഹമായി കാണിക്കുന്നത്. മാനുഷിക സ്നേഹമാണോ അതോ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണോ കാണുന്നതെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അപ്പച്ചാ, ഞങ്ങളുടെ ഹൃദയത്തെ അപ്പച്ചാ നീ അറിയുന്ന കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹമെങ്കിൽ അവൻ്റെ കൽപ്പനയോ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം കർത്താവെ പ്രകടിപ്പിക്കുവാൻ തക്കണം. കർത്താവ് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ. കാരണം ഇല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് അത് യാതൊരു മീനിങ്ങും ഇല്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. അപ്പോൾ അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹോദരനെ പകച്ച് നടന്നാൽ, അവനെ സ്നേഹിക്കാതെ നടന്നാൽ നമ്മൾ ഇരുട്ടിൽ വസിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ക്ലെയിംസ് എല്ലാം വെറുതെ ആയിപ്പോവും. നമ്മൾ വെളിച്ചം ഉണ്ടെന്ന് പറയുകയും ചെയ്യും, പക്ഷെ നമ്മൾ ഇരുട്ടിലാണ് നടക്കുന്നത്. അപ്പം ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റുള്ള റൂമിൽ കണ്ണടച്ചിരിക്കുന്ന പോലെയാണ്. നമ്മൾ ദൈവമക്കളാണ്, നമ്മളിൽ ദൈവത്തിൻ്റെ പ്രകാശം വന്നിരിക്കുക, പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് കണ്ണടച്ചിരിക്കുക. അപ്പം നമുക്ക് വല്ലതും കാണാൻ പറ്റില്ല, നമ്മൾ ഇരുട്ടിലിരിക്കുക. കാരണം നമ്മൾ സ്വയമായിട്ട് അടച്ചിരിക്കുന്ന, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ട, നമ്മൾ മനഃപൂർവ്വം അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇന്നയോളം അവൻ ഇരുട്ടിലിരിക്കുക, അവനൊന്നും കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്നേഹം എന്തുവാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യേണ്ടത്? നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ഗുണം എന്താ? ഹല്ലേലൂയ. നമ്മളോടുള്ള സ്നേഹം ദൈവം കാണിച്ച് നമുക്ക് നിത്യജീവൻ നൽകി തന്നു. നമുക്ക് എവർ ഇൻക്രീസിങ് ഗ്ലോറി, തേജസ്സിൻ്റെ മേൽ തേജസ് നമ്മുടെ മേൽ പകർന്ന് കർത്താവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആമേൻ. അത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് പറയുന്നത്, ജോൺ 14 അതിൻ്റെ 21 പറയുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആമേൻ. യേശു അവനോട് 23 പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അപ്പം കർത്താവിനെ സ്നേഹിച്ചാൽ എന്നാ പറ്റുന്നത്? ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിനെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനെ വേണ്ടാത്തവരുടെ അടുത്ത് കർത്താവ് എന്തിനാ വന്ന് കാണിച്ചു തരുന്നത് കർത്താവിന്? ആമേൻ. അപ്പം നമുക്ക് കർത്താവിനെ കൂടുതൽ അറിയണോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കണോ? കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതലായിട്ട് അറിയണോ? അവൻ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ഇതിനകത്ത് വേറൊരു വഴിയില്ല. അവനെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. അവനെ സ്നേഹിക്കുന്നവർക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. നമുക്കാണെങ്കിലും നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമാണോ? ആമേൻ. ഇനി കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മളെ ഇഷ്ടമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ അവിടുത്തെ ആ ഇരിപ്പും നടപ്പും ഒക്കെ എന്തുമാത്രം ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം അത്, അല്ലേ? നമ്മൾ പക്ഷെ എന്തുകൊണ്ട് എന്നാ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇറക്കി വിടാൻ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലിരുന്നാൽ നമുക്ക് എങ്ങനെയാണ്? ഇപ്പം കുടുംബ ബന്ധങ്ങളാകട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ എത്രയോ പേരുണ്ട് കടിച്ചു പിടിച്ച് ജീവിക്കുന്നവർ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും കാണത്തില്ല. പക്ഷെ എന്നാലും അങ്ങ് എന്തിൻ്റെയോ ഒക്കെ കാരണത്താൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. പക്ഷെ ഉള്ളിൽ സന്തോഷമില്ല. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒതുക്കി നമ്മുടെ എല്ലാ ഇമോഷൻസും ഇഷ്ടങ്ങളും ആശകളും ഒക്കെ അങ്ങോട്ട് ഒതുക്കി അടക്കി അങ്ങ് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങ് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. ആമേൻ. എനിക്കറിയാവുന്ന ഒരു കപ്പിളുണ്ട്. അവർ ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ജീവിക്കുന്നത്. കാരണം പല വിഷയങ്ങളാണ് അവരുടെ ജീവിതത്തിൽ, പല പല വിഷയങ്ങൾ കൂടി കടന്നു പോകുന്നത്. പക്ഷെ ജസ്റ്റ് കൂട്ടുകാരെ പോലെ ജീവിക്കുകയാണ്. പക്ഷെ വേറെ നിവൃത്തിയില്ല. സിസ്റ്ററിന് പോകാൻ പറ്റത്തില്ല, വീട്ടിൽ പോകാൻ പറ്റിയല്ല. കാരണം വീട്ടുകാർക്ക് അവിടെ വേറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങോട്ട് അങ്ങനെ ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആമേൻ. പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ നിൽക്കാനുമുള്ള അവസ്ഥയില്ല, അതിനുള്ള ഒരു മീൻസും ഇല്ല. പക്ഷേ ഈ പുള്ളി ഭർത്താവാണെങ്കിൽ വേണ്ടുന്നതെല്ലാം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഭക്ഷണവും വസ്ത്രവും പിള്ളേരുടെ കാര്യവും ഈ സിസ്റ്ററിൻ്റെ കാര്യം എല്ലാം നോക്കിക്കോളും. പക്ഷേ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു മധുരമേ ഇല്ല.
അങ്ങ് ജീവിച്ചു പോകുന്നതേ ഉള്ളൂ. ചോദിച്ചാൽ ഉള്ളൊന്ന് തുറന്നിട്ടുണ്ട്, നമുക്കറിയാം എങ്ങനെയായിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല, പക്ഷേ എന്നാലും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, എൻ്റെ കർത്താവേ, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. അത് അതിൻ്റേതായ രീതിയിൽ പോകാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെ ഇട്ട് ശ്രമിച്ചാലും അതൊന്നും അതിൻ്റെ ഒരു രസം വരത്തില്ല. അതിൻ്റെ ഒരു ആ ഒരു സ്വീറ്റ്നെസ് ഒന്നും അതിനകത്ത് കാണത്തില്ല. അങ്ങനെ ജീവിച്ചു പോകുന്നിട്ട് മനുഷ്യർ. പക്ഷെ അതൊക്കെ ഒരു സമയമാകുമ്പോൾ ഉണ്ടല്ലോ, എവിടെയെങ്കിലും വെച്ചത് എക്സ്പ്ലോഡ് ആവും. പക്ഷെ അങ്ങനെ പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറയും, പക്ഷേ വേറെ വഴിയില്ലാത്തവനങ്ങ് ജീവിച്ചു പോവാം എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് മിണ്ടാതെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ പൂർണ്ണത അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല. എൻ്റെ കാരണം എന്നാ? വചനം എന്നാ? അവനെ സ്നേഹിച്ചാൽ അവൻ അവനെ തന്നെ വെളിപ്പെടുത്തി തരുമെന്ന്. അമ്മേ, ഞങ്ങൾ അവനോട് കൂടെ വാസം ചെയ്യും. അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ, നമുക്ക് നമ്മളെ ഉൾക്കൊള്ളാത്തൊരു എന്നാൽ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു തലമാണെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ടിയ ഒരു ജീവിതമായിരിക്കും അത്. എങ്ങനെയാലും എൻ്റെ കർത്താവെ, നീ ഒന്ന് വരണേ, എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്നുള്ള രീതിയിലാണ് നമ്മളങ്ങ് പോകുന്നത്. ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഒരു സന്തോഷമാകത്തില്ല. പക്ഷേ സന്തോഷത്തോടു കൂടി ഹല്ലേലൂയ നമ്മുടെ നടുവിൽ വസിച്ച്, നമ്മുടെ നടുക്ക് നിന്ന് ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാനൊക്കെ നമ്മുടെ പിതാവിന് എത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇണയില്ലാപ്പണം കൂടരുത്. എന്നാ വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്താ? ആർക്കൊന്നുമില്ല കോമൺ. അമ്മൻ ഈ ഭൂമിയിലുള്ളതും സൂപ്പർ മാർക്കറ്റിലുള്ളതും കാലാവസ്ഥയൊക്കെ ഉള്ളു കോമൺ. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ ബാക്കിയൊന്നും അവർക്ക് കോമൺ അല്ല. പക്ഷെ നമുക്കതൊരു പല സമയങ്ങളിൽ തിരിച്ചറിയുന്നില്ല. അവർക്കും ഇങ്ങനെ, ഞങ്ങൾക്കും ഇങ്ങനെ, അവർക്ക് ആ പ്രശ്നം, ഞങ്ങൾക്കും ആ പ്രശ്നം. അങ്ങനല്ല. വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്താ കോമൺ എന്നാ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നു ദൈവത്തിന് മുമ്പിൽ അതല്ല എല്ലാവർക്കും ഉള്ളത്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ വ്യത്യാസം അറിയുന്നത് എപ്പോഴാണ്? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവർ, നമ്മുടെ മേൽ യേശുവിൻ്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുക. അപ്പം നമുക്കും വിഗ്രഹങ്ങൾക്കുമായിട്ട് എന്ത് യോഗ്യത? ഒരു യോഗ്യതയില്ല, ഒരു യൂണിറ്റി ഇല്ല അത് തമ്മിൽ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുക. എന്തുകൊണ്ടാണ്? നമുക്ക് വലിയ വാഗ്ദത്തങ്ങളുണ്ട്. എന്താ? ഇവിടുന്ന് നമ്മൾ മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ നടക്കും, അവിടെ വസിക്കും. പിന്നെ നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14 കണ്ട്, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, അവരോട് കൂടെ വാസം ചെയ്യും. ഇത്രയും വാഗ്ദത്തങ്ങൾ നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത്രയും സർവശക്തനായ നമ്മുടെ കർത്താവ്, ഇത്രയും സ്നേഹവാനായ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മൾക്ക് വിഷമം വരുമെങ്കിൽ നമ്മളെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖം ഉണ്ടാകും. അതുകൊണ്ട് നമ്മോട് പറഞ്ഞ് ദുഃഖിപ്പിക്കരുത്. ആമേൻ. അപ്പോൾ അതുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ. കർത്താവിന് ഇങ്ങനെ ചതഞ്ഞെന്നുള്ള ഒരു സ്നേഹം കർത്താവിന് ഇഷ്ടമില്ല. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന സ്നേഹം, ആ ഒരു പൂർണ്ണത, ആ പൂർണ്ണ ശക്തിയോടെയുള്ള സ്നേഹമാണ് കർത്താവിന് വേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന്. രണ്ടാമത്തത് നമുക്കറിയാം, റോമാലേഖനം 8 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അപ്പം നമ്മളൊന്ന് കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സഖിത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ള വചനത്തിനകത്ത് കാണുന്ന വേറൊരു ഭാഗത്തുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ. അപ്പോൾ ഓരോന്നോരോന്നായിരിക്കത്തില്ല, എല്ലാം കൂടി കൂടി വരുമ്പം ഈസ് ഈക്വൽ ടു നന്മ. ആമേൻ. ഓരോന്നെടുത്തിട്ടുണ്ടെങ്കിൽ യോസഫിനെ കുഴി തള്ളിയിട്ട് എന്താ അതിനകത്തെ നന്മ? എന്താ നന്മയുള്ളത്? അവൻ്റെ പുറം ചിലപ്പോൾ പൊട്ടിക്കാണും, കാലിൻ്റെ അവിടെ ഇവിടെയൊക്കെ തൊലി പോയി കാണും, അതിൻ്റെ തലയിലെല്ലാം മണ്ണ് വീണിട്ടുണ്ട്. അതല്ലാതെ വേറെ എന്തൊരു നന്മ അതിനകത്തുണ്ട്? പിന്നെ അടിമയായിട്ട് വിറ്റു, അവിടെ ചെന്നിട്ട് എന്നാ എടുക്കാനാ? അല്ലെങ്കിൽ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. ഇതൊക്കെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് നമ്മൾ നോക്കിയാൽ അതിനകത്തൊന്നും ഒരു നന്മയില്ല. പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തേ, എല്ലാം കൂടി കണക്ട് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഹല്ലേലൂയ അവനെ കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പായിരുന്നത്. ഓരോ സ്റ്റെപ്പ് മാനുഷികമായി നോക്കുമ്പോൾ അത് താഴോട്ട് പോകുന്നതെന്ന് തോന്നും. പക്ഷെ ദൈവം ഇതെല്ലാം കൂടി അങ്ങ് വ്യാപരിപ്പിച്ച്, ഇൻക്ലൂഡിങ് അവിടെ ഉണ്ടായ ക്ഷാമം വരെ. ഈ യാക്കോബിൻ്റെ മറ്റു മക്കളും ഒക്കെ അവിടെ ചെല്ലത്തക്ക രീതിയിൽ ആ ക്ഷാമത്തിൻ്റെ കഠിനത ദൈവം അങ്ങ് കൂട്ടി. ഇവരെ അവിടെ കൊണ്ടുപോകണമെന്നുള്ള ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് ലോക്കൽ ക്ഷാമം അല്ലായിരുന്നു, അത് അപ്പുറത്തോട്ട് അങ്ങ് മാറി. എന്നാലല്ലേ ഇവർ വരത്തുള്ളൂ. ആമേൻ. അപ്പം ദൈവത്തിനറിയാം ഇതെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ആക്കണമെങ്കിൽ എന്നൊക്കെ വഴികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഓരോന്നും ഓരോ പടികളാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി
കൂടി വ്യാപരിക്കുന്നു. ആമേൻ. നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂടി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ആമേൻ. കൂടി വരുമ്പോൾ അവസാനം ഈസ് ഈക്വൽ ടു നന്മ. ആമേൻ. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ഇന്നാളെ ഒരു സഹോദരി ചോദിച്ചു, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, വേറെ പല പല വിഷയങ്ങൾ പോയി, എന്തുവായ ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് പറയുന്നു. ഇതിനകത്തൊരു എന്നാ നന്മയാണ് കിട്ടുന്നത്? എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഇനി എനിക്ക് എന്ത് നന്മയാണ് കിട്ടുന്നത്? ആമേൻ. ഹല്ലേലൂയ. പക്ഷേ കൃപയാൽ ആ സംഭവങ്ങളോടൊക്കെയാണ് സഹോദരൻ രക്ഷിക്കപ്പെട്ടതും കർത്താവിലേക്ക് വന്നതും. ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ ആയത് തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ കാണാൻ പോലും ഇടയായിത്തീരുന്നത്. ആമേൻ. പക്ഷേ പിന്നെ ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഇതിനകത്ത് എന്ത് നന്മയാ? ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഒരു ഡോക്ടർ തോന്നി ഒന്ന് പൾസ് ചെക്ക് ചെയ്യാൻ. അങ്ങനെ ചെക്ക് ചെയ്തപ്പം തിരിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ജീവൻ കണ്ട് അങ്ങനെ വന്നത്. അങ്ങനെ അവരുടെ വർക്ക് ചെയ്തൊരു സിസ്റ്റർ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളൊന്ന് പോയി അവരെ കാണാമോ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക. അങ്ങനെ പോയി കണ്ടു മിണ്ടി അങ്ങനെയാണ് പിന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്ത് നന്മയാണ് എനിക്ക് ദൈവം വെച്ചിരുന്നതെന്നുള്ളത്. പക്ഷേ രക്ഷിക്കപ്പെട്ട കൃപയാൽ സ്നാനപ്പെട്ട് ഇതെല്ലാം ഇന്ന് മനസ്സിലായി. ഇപ്പം അന്നെന്തായാലും ചോദിച്ചു ഇതെന്നാന്ന്, പിന്നെ ഇപ്പം മനസ്സിലായി വരുവാണ് ദൈവത്തിൻ്റെ വഴികൾ എങ്ങനെയൊക്കെ ആയിരുന്നെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്കായി കൂടി സകലതും വ്യാപരിക്കുക. ആർക്കാ വ്യാപരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള ബാക്കി ബെനിഫിറ്റ് എന്നാ? 1 കൊറിന്ത്യൻസിനകത്തൊരു വചനമുണ്ട്. 1 കൊറിന്ത്യൻസ് 2, 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 2. 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 2. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? 1 കൊറിന്ത്യൻസ് 2. ഹല്ലേലൂയ. 2:9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആമേൻ. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ തന്നെ. നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയാണ് എൻ്റെ ഇരിപ്പ്. എങ്കിലും എൻ്റെ താഴത്തെ വാക്യം വായിക്കണം. 10. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായും. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് മനസ്സിലായോ? നമ്മൾ മിക്കവാറും ആ ഭാഗം പറഞ്ഞങ്ങ് നിർത്തും. ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു കേട്ടിട്ടില്ല, ഒരു ആരുടെയും ഹൃദയം തോന്നിയിട്ടില്ല. പക്ഷെ നമുക്കങ്ങനെയല്ല. നമുക്കത് സസ്പെൻസ് അല്ല. നമുക്ക് ദൈവം ഓൾറെഡി വെളിപ്പെടുത്തി തന്നിരിക്കും. ഇവൻ നിത്യത വരെ എങ്ങനെയായിരിക്കും എന്നുള്ള നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആമേൻ. എത്രയോ വാഗ്ദത്തങ്ങൾക്ക് ദൈവം നമ്മൾ വെളിപ്പെടുത്തി തന്നിരിക്കും. ഇനിയോ ഹല്ലേലൂയ. അവിടെ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്. ആമേൻ. ഹല്ലേലൂയ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആമേൻ. നമുക്കത് വെളിപ്പെടുത്തി തരുക കർത്താവ്. എന്താ കർത്താവ് ഒരുക്കി വെച്ച് എത്രയോ വാഗ്ദത്തങ്ങൾ ഈവൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസുകളുടെ അല്ലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വഴിക്ക് ദൈവം എന്തിനാ വെളിപ്പെടുത്തി തരുന്നേ? ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നേ. ആമേൻ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഉറക്കവും പിടിഞ്ഞ് ആയിക്കോട്ടെ വിട്ടാണെങ്കിലും ശരി, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാണ് അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുവാണ്. കർത്താവിനറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് സംസാരിക്കുന്നു? ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ. ആമേൻ. അപ്പോൾ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. പക്ഷെ നമുക്കോ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നത് കാരണം ദൈവത്തിൽ നിന്നുള്ള നമുക്ക് അറിയിച്ചു തരുക ദൈവത്തിൻ്റെ ആത്മാവ്. ആമേൻ. അതാണ് ദൈവാത്മാവിൻ്റെ പ്രത്യേകത. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ എന്തെല്ലാം നന്മകളാണെന്ന് നോക്കിക്കേ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സഖിത്വം, ഹല്ലേലൂയ. പിന്നെ നമ്മൾ കണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പിന്നെ എന്നാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ല ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നത്?
നമുക്ക് അവൻ്റെ ആത്മാവിനാൽ ദൈവത്തിലുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരുക. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് വേറുള്ളവർക്കുണ്ടോ? ഇല്ല. നമുക്ക് എന്തൊരു ഭാഗ്യമാണ് നമ്മുടെ കർത്താവിൻ്റെ ആ വലിയൊരു സ്നേഹം കൊണ്ട്. അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ, ഇത് ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പം ചിന്തിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പം ദൈവത്തോടുള്ള സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം നമുക്കറിയാം. പക്ഷെ ആദ്യത്തേതും ഒന്നാമത്തതും വലിയതും അവനെ സ്നേഹിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് അതിനോട് സമമാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണ്. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ള നമ്മളത് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിന് അവനോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനയോ നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. അത് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ, അവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ, കർത്താവിൻ്റെ സഖിത്വം. ആമേൻ. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ട് കർത്താവ് അങ്ങ് കൂടി വ്യാപരിക്കും. പിന്നെ പൂർണ്ണ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് നടത്താൻ മതിയായവനായ കർത്താവ്. ഇനി കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിലത്തെ കുഴപ്പം എന്നാ? നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനെ സ്നേഹിക്കുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വേറെ സൂത്രങ്ങളുണ്ട് സ്നേഹിക്കാൻ. അതുകൊണ്ട് ആ സ്നേഹം ശരിക്കും പറ്റാത്ത, കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാതെ വരുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. ആ സ്നേഹം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊത്തുവരുത്തത്തിൽ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയരുതോ നമ്മുടെ ഉള്ള എത്ര നമ്മൾ അപ്പച്ചനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പല സ്നേഹങ്ങളും നടിക്കാം, പക്ഷെ ദൈവത്തിന് മുമ്പിൽ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ കർത്താവിനെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സമ്മതിച്ചോ ഇല്ലയോ, അറിഞ്ഞോ അറിഞ്ഞില്ലയോ, നമ്മൾ വേറൊരു കൂട്ടരെ സ്നേഹിക്കും. അതാണ് ലോകസ്നേഹം. ആമേൻ. അപ്പോൾ വേറെ പാർട്ടി വരുമ്പോഴല്ലേ ഉള്ളൂ ഏത് ബന്ധത്തിനകത്തും അതിന് മധുരിമ നഷ്ടപ്പെടുന്നത്. എങ്ങനെ? വേണ്ടാത്ത കാര്യങ്ങൾ ആ ബന്ധത്തിൽ വലിഞ്ഞു കയറുന്നതുകൊണ്ടല്ലേ. വേണ്ടാത്ത വിഷയം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്? ആമേൻ. ശരിക്കുമുള്ള തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോ ദൈവഹിതമല്ലാത്ത രീതിയിൽ പോകുന്നത് കണ്ട ഒരു കാരണവശാലും മിണ്ടായിരിക്കത്തില്ല. ആമേൻ. നമ്മൾ കാരണം എന്തുകൊണ്ടാണ്? നമുക്കൊരു കടപ്പാടുണ്ട്, ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്താ ഇത് ശരിയല്ല, ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ മിണ്ടിയത് ശരിയായില്ല, അല്ല അങ്ങനെ ഇടപെടണ്ടായിരുന്നു, അല്ല അങ്ങനെ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങളും പല ഡ്രാമ പോലെ നടക്കുന്നതിൻ്റെ കാരണം എന്നാ? ഇതിൻ്റെയൊക്കെ പുറകെ വേറെ നടക്കുന്നത് കൊണ്ടാണ് ഈ ഇങ്ങനത്തെയൊക്കെ നാടകം കളിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഹല്ലേലൂയ. ഒന്നുകിൽ പൊത്തുവരുത്തത്തിൽ അങ്ങ് പോവാം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. ചില പുരുഷന്മാർ അവർ വേറെ ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള റിലേഷൻഷിപ്പ് വേറെ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ 90% ആൾക്കാരും അവരുടെ ഭാര്യമാരെ ഭയങ്കര സ്നേഹിച്ച് അത് കവർ ചെയ്യുന്ന പോലെ അവർ ചെയ്തിട്ടുള്ളൂ. അവരത് അത്രയ്ക്കും സൂക്ഷിച്ചായിരിക്കും വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങളുടെ എന്നാന്നറിയത്തില്ല, മിക്കവാറും ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവരാ രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ഇത് അതുപോലെ വെറുപ്പിച്ചുള്ള രീതിയിൽ ചെയ്യുന്നത് വളരെ ചുരുക്കം പേരെ. പക്ഷെ ഇപ്പം പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമുക്ക് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊരു ഗഡ്സാണ് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ആൾക്കാർക്ക്. പക്ഷേ എന്തും ആവട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം അവിടെ ഒരു ഏറ്റക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രസക്കുറവ്, അവിടെ ഒരു ഒരസൽ വരുന്നതിൻ്റെ കാരണം എന്നാ? വരുന്ന കാരണം വേറെ അതിനകത്ത് കയറുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് ലോകം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സെയിം 1 ജോൺ ചാപ്റ്റർ 2 തന്നെ നമുക്ക് കാണാൻ പറ്റും. 1 ജോൺ ചാപ്റ്റർ 2. ഹല്ലേലൂയ. 1 ജോൺ ചാപ്റ്റർ 2 അതിനകത്ത് പറയുന്നത് അതിൻ്റെ 15, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് എത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്ന ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയാം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാനുള്ളൊരു ടെൻഡൻസി ഈ ലോകത്തിലുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇത് പഴയ വെളിയിലുള്ളവർക്ക് എഴുതുന്നതല്ല, ദൈവമക്കൾക്കുള്ള ലേഖനമാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കൾക്കുള്ള ലേഖനമാണിത്.
അല്ലാതെ ദൈവമക്കളോട് പറഞ്ഞിട്ടില്ല ലോകക്കാരെ വായിച്ച് കേൾപ്പിക്കാൻ. ദൈവമക്കൾ എന്ന് പറയുന്നവരോടാണ് ഈ പറയുന്നത്. നിങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു, ശരിയാ, പക്ഷേ ഇരുട്ടിലായിരിക്കുന്ന സഹോദരനെ പകയ്ക്കുന്നതുകൊണ്ട്. അമേൻ. അതുകൊണ്ട് സഹോദരനെ പകച്ച് അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് നടത്താൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളൊരു ജീവിതമല്ല. എന്നിട്ട് പിന്നെ പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷെ അതിനിടയ്ക്ക് വരുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. ലോകത്തെ മാത്രം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആമേൻ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ഓക്കെ, നമുക്കത് അവിടെ നിന്ന് വിടാം. അടുത്തത് സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 3. സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 3 വേറൊരു സ്നേഹം. സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 3 അതിൻ്റെ 2-ാമത്തെ വാക്യം, മനുഷ്യർ സ്വസ്നേഹികളും. ആമേൻ. അടുത്ത ഒരു അപകടം പിടിച്ചൊരു പരിപാടിയാണ് സ്വയത്തെ സ്നേഹിക്കുന്ന ഒരു പരിപാടി. ആമേൻ. സ്വസ്നേഹികൾ. ഇപ്പോൾ സാധാരണ ജയിക്കുന്നതിനകത്ത് ഒരു വെപ്പനാണ് അവിടെ റെവലേഷനകത്തുണ്ട്, അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ലെന്ന്. അവർ കുഞ്ഞാടിൻ്റെ രക്തം മൂലമായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും അവനെ ജയിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നത്, അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അപ്പോൾ നമ്മുടെ പ്രാണനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്വയസ്നേഹികളായി മാറുന്നത്. അപ്പം നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകാനുള്ള കാരണങ്ങളിത്. ഒന്നുകിൽ നമ്മളെ സ്നേഹിക്കുക, സ്വയസ്നേഹികളായി മാറുക, അല്ലെങ്കിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുക. ആമേൻ. ഇത് രണ്ടും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ദൈവഹിതമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ കർത്താവിന്, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കർത്താവിനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തമ്മിൽ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അങ്ങ് ആഴത്തിൽ സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ? ആമേൻ. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള സ്നേഹത്തെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ആ സ്നേഹം മറ്റുള്ളവരല്ല കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്നാ പറ്റുന്നറിയാം, നമുക്ക് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ സ്നേഹമല്ലേ കർത്താവ് ഓഫർ ചെയ്യുന്നത്, അല്ലേ? അവൻ്റെ കൽപ്പന മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ഇങ്ങോട്ട് തരുന്നതിന് അവനെ തന്നെ വെളിപ്പെടുത്തുക. ആമേൻ. നമ്മൾ മറ്റുള്ളവരിൽ ആ സ്നേഹം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം, നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പം നമുക്ക് എവിടെ നിന്നാണ് സ്നേഹം തിരിച്ചു വരുന്നത്? നമ്മൾ സ്നേഹിക്കുന്നത് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നമുക്ക് കർത്താവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, കർത്താവിൻ്റെ ആ സാന്നിധ്യം, സഹിതവും കർത്താവ് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ പകർന്ന് നമുക്ക് ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു തലമുണ്ട്. ആമേൻ. ഹാലേലൂയ. പക്ഷേ നമ്മൾ നേരെ മറിച്ച് അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നൊരു ജീവിതമാണെങ്കിൽ അല്ലേ ഇനി ഇതെല്ലാം മതി. ഞാൻ ഓർക്കുമായിരുന്നു, അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ നടന്ന ആളാണ് ദേമാസ്. ഹാലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ലോകത്തെ സ്നേഹിച്ചു പോയെന്ന. അപ്പോൾ എത്ര വലിയ അഭിഷിക്തൻ കൂടെ ഉണ്ടെങ്കിലും വിട്ടുപോകാൻ ചാൻസ് ഇല്ലേ? ആമേൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ കൂടെ ആരെങ്കിലും അവിടെ നിന്ന് പോയി ലോകത്തെ സ്നേഹിച്ചു പോവോ? ഇന്നാ ചിന്തിക്കുമായിരുന്നു, അതെങ്ങനെ പറ്റി? ആമേൻ. ഹാലേലൂയ. കൂടെ ശുശ്രൂഷ ചെയ്ത് നടന്ന ആളാണ്. പക്ഷെ ആ പുള്ളിയുടെ ജീവിതത്തിനകത്ത് ഡൈവേർഷൻ വന്നെങ്കിൽ ആമേൻ. അതുകൊണ്ട് കൂടെ നടക്കുന്നവരിൽ ഒന്നിൻ്റെ ബേസിസിലല്ല, നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ സ്വർഗത്തിലെ പിതാവുമായിട്ട്. ഹാലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആർക്കും ഗ്യാരണ്ടി അല്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് രക്ഷ വരുത്താതിരിക്കാൻ സൂക്ഷിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. അപ്പം ദൈവത്തോടുള്ള സ്നേഹത്തിനകത്ത് ഡയലൂഷൻ വരാൻ ഉള്ള 2 കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് നമ്മുടെ സ്വയസ്നേഹം, 2 ലോകസ്നേഹം. ആമേൻ. അതുകൊണ്ടാണ് ജെയിംസിൽ പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതിനോട് പറയുന്നത് ഇംഗ്ലീഷ് പറയുന്ന അഡൾട്രേഴ്സ് ആൻഡ് അഡൾട്രസസ് എന്ന്. ഇപ്പോൾ വ്യഭിചാരിണികളായുള്ളവരെ, അയ്യോ അതെന്തൊരു അഡ്രസ്സാണ്. ആമേൻ. കാരണം കർത്താവ് നമ്മളെ അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പകർന്നിരിക്കുകയാണ്. കർത്താവിനൊരു ഗോഡ്ലി ജലസി ഉണ്ടെന്ന് നമ്മുടെ മേലെ. ആമേൻ. നമുക്ക് നമ്മളുടെ വിഷയങ്ങളിൽ നമ്മുടെ ഭർത്താവിനോട് നമുക്കൊരു സ്നേഹപൂർവ്വമുള്ള ഒരു നല്ലൊരു ജലസി കൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്തോ പെശമുണ്ട് ആ ബന്ധത്തിനകത്ത്. അയാൾ എന്നാന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ചിന്തയെ ജീവിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പുള്ളിക്കാരത്തേക്ക് വേറെ കാണും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് എന്നൊരു വിഷയമല്ല. എന്നാ കാണിച്ചാലും ആരെണ്ണയും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അങ്ങനെ വല്ലവർക്കും പറ്റുമോ? യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക്, വിശ്വസ്തരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഗോഡ്ലി ജലസി നമ്മളിൽ വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ നമ്മൾ പോയി ചോദിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഇരുന്ന് കരയും, അല്ലെങ്കിൽ നാട്ടുകാരെ വിളിക്കും, വീട്ടുകാരെ വിളിക്കും, പറഞ്ഞ് ചോദിപ്പിക്കും, ആകെ പ്രശ്നമാക്കും.
എന്തുകൊണ്ടാ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനൊരു സ്പെഷ്യൽ ഒരു ഗോഡ്ലി ജലസി ഉണ്ട് നമ്മളോട്. നമ്മൾ അങ്ങനെ പോകുന്ന യേശുവിന് ഇഷ്ടമില്ല. ആമേൻ. കാരണം കർത്താവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് മേടിച്ചിരിക്കുമ്പം, അല്ലെങ്കിൽ പിന്നെ നമ്മളും കർത്താവുമായിട്ട്, കർത്താവിനോട് ചേർന്നതിന് കർത്താവുമായിട്ട് ഏക ആത്മാവാണ്. ഭാര്യയും ഭർത്താവും ഒരു ഫ്ലഷ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു ശരീരമാണെങ്കിൽ, കർത്താവുമായിട്ട് ചേരുന്നവന് ഒരാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഇതെടുത്തിട്ട് ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ പ്രാപിച്ചത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ഈ ലോകത്തിലൊരു സ്പിരിറ്റ് ഉണ്ട്. ആമേൻ. ലോകത്തിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ആരുമായിട്ട് ചേരുക? വേൾഡ്ലി സ്പിരിറ്റുമായിട്ട് ചേരുക. ഇതിൻ്റെയൊക്കെ കീഴെ പണ്ടേ കടന്നവരാണ് നമ്മളെ അവിടുന്ന് കൊണ്ടുവന്നേ. അപ്പം നമ്മൾ ലോകത്തിലെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. എന്തിനാ? ദൈവത്തിലുള്ളത് അറിയാൻ, ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയാൻ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ ലോകത്തിൻ്റെ ആത്മാവുമായിട്ട് ചേരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അത് അഡൾട്ടറിക്ക് തുല്യം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യസ്നേഹം അല്ലെങ്കിൽ സ്വയസ്നേഹം, മനുഷ്യസ്നേഹം അല്ല സ്വയസ്നേഹം, സ്വയസ്നേഹവും ലോകസ്നേഹവും നമ്മളിന്ന് മാറി നിൽക്കുവാൻ നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. അതിന് പകരം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തമ്മിൽ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ സ്നേഹിക്കുമ്പം ആരെ പോലെ ആകരുത്. അതോട് ചിന്തിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് യോഹന്നാൻ അതിൻ്റെ 3 ഫസ്റ്റ് ജോൺ 3:11-12. ഫസ്റ്റ് ജോൺ 3 1 യോഹന്നാൻ 3:11-12. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പം ലവ് ഈച്ച് അതർ നോട്ട് ലൈക്ക് കെയിൻ. തമ്മിൽ സ്നേഹിക്കണം, പക്ഷേ കയീനെ പോലെ ആകരുത്. കാരണം തന്നെ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? കയീൻ തൻ്റെ സഹോദരനായ ഏബലിനെ കൊന്നു, അല്ലേ? അപ്പം ഞാൻ അവിടെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ തമ്മിൽ സ്നേഹിച്ചിട്ട് തമ്മിൽ സ്നേഹിക്കണം, എന്നാൽ കയീനെ പോലെ ആവരുത്. നോട്ട് ലൈക്ക് കെയിൻ, കയീനെ പോലെയല്ല. അതെന്താ അവിടെ പ്രത്യേകം എടുത്തു? വേറെ എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട് ബൈബിളിനകത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തമ്മിൽ സ്നേഹിക്കുക ലവ് ലൈക്ക് ജോനഥാൻ എന്ന് എഴുതിയാൽ പോരെ? അങ്ങനെ എത്രയോ എക്സാമ്പിളുണ്ട്. പക്ഷെ നോട്ട് ലൈക്ക് കെയിൻ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം തന്നെ, കാരണം ഞാൻ ചിന്തിക്കുമായിരുന്നു, നമുക്കത് കർത്താവ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് എടുത്തു പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം കൈ. ഹല്ലേലൂയ. 300 മീറ്ററേ ഉള്ളൂ. 1915 250 250. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ അവൻ്റെ എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം കണ്ടോ? കയീൻ്റെ കുഴപ്പം എന്നായിരുന്നു? ഈ കയീനും ഏബലും പോയത് എവിടെയാ? കയീൻ പോയത് വേറെ വിഗ്രഹത്തെ ആരാധിക്കാനാണോ? അല്ല. കയീൻ പോയത് വേറൊരു ദൈവത്തെ ആരാധിക്കാനല്ല. കയീൻ അന്ന് അവിടെ ആ തോട്ടത്തിൽ വന്ന മറ്റേ പാർട്ടിയെ പോയി ഞാൻ നിൻ്റെ കൂടെ പോന്നറെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണോ? അല്ല. ഇവർ രണ്ടുപേരും ആരാധിക്കാൻ പോയത് ഒരേ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആരാധിച്ചതും ഒരേ ദൈവത്തെയാണ്. ആണോ അല്ലയോ? അവിടെ തിരിഞ്ഞ കയറിയിട്ട് പിന്നെ സ്തോത്രം തിരിഞ്ഞിറങ്ങിയിട്ട് ഓക്കെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം കയീനും ഏബലും പോയത് ദൈവസന്നിധിയിലോട്ടാണ് പോയത്, അല്ലേ? ഒരേ ദൈവം. പോയത് എന്തിനാ? ഒരേ പർപ്പസ്. രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോയത്. അപ്പോൾ ഒരേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയ ഉദ്ദേശം ഒരേ കാര്യം തന്നെ. രണ്ടുപേരും കൊടുത്തു, രണ്ടുപേരുടെ പക്ഷത്തു നിന്നുള്ള ഒരാളുടെ നമുക്കറിയാം ദൈവം പ്രസാദിക്കാത്ത രീതിയിലാണ് ചെയ്തത്. പക്ഷെ എങ്കിലും അവർ പോയത് ഒരേ ദൈവത്തിൻ്റെ അടുത്തേക്കാണ്. പോയ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷേ പോയ സ്ഥലവും ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴോ ആള് മാറി. അപ്പോൾ വേറെ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ടോ വേറെ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി വേറെ പൂജ അർപ്പിച്ചിട്ടോ ഒന്നുമല്ല പറ്റിയത്.
ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ഒരേ ചർച്ചിൽ ഒരേ സ്ഥലത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ചെന്നിട്ട് ഒരേ ദൈവത്തെ വിളിച്ചിട്ട് നമ്മളുടെ സ്നേഹം എങ്ങനെയാണ്? ആമേൻ, ഹല്ലേലൂയ. കൈനും ഏബലും പോയത് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ്, ആരാധിക്കാൻ തന്നെയാണ്, ഒരേ സ്ഥലത്ത് തന്നെ ചെയ്തത്, കേട്ടത് ഒരേ ദൈവശബ്ദം. ഹല്ലേലൂയ. നീ എൻ്റെ മോനെ നിൻ്റെ വഴി നന്നാക്കടാ, നന്മ വേണ്ട, നീ നന്മ ചെയ്തില്ല, നിൻ്റെ മുമ്പ് ദൈവം എൻ്റെ പൊന്നുമോനെ പാപം കിടപ്പുണ്ട്, നീ എന്നെ കീഴടക്കണം എന്നൊക്കെ കർത്താവ് സംസാരിച്ചു. ഒരേ ദൈവത്തിൻ്റെ ശബ്ദം, ഒരാളുടെ പ്രസാദിച്ച് മറ്റേയാളുടെ, ഒരേ കർത്താവ് സംസാരിച്ചത് തന്നെ അവരോട്. അപ്പം നമ്മളും ഒരേ ചർച്ചിലിരുന്ന് ഈ യേശുപ്പച്ചനെ തന്നെ വിളിക്കാൻ ചെല്ലുന്നു, യേശുപ്പച്ചനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു, ഒരേ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും സംസാരിക്കുന്നു, ഒരേ സ്ഥലത്ത് എന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരപ്പത്തിൻ്റെ അംശികളാകുന്നു. പക്ഷെ നമ്മളുടെ സ്നേഹം എങ്ങനെയാണ് തമ്മിൽ? ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്നേഹം നമ്മുടെ കൂട്ടത്തിലുള്ളവരോട്, നമ്മുടെ ചർച്ചിലുള്ളവരോട്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പോയത് ഒരേ ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. പറ്റിപ്പോയത് എന്താ? ആമേൻ. ഒരാളുടെ ഹാബേലാണ് വിശ്വാസത്തോടെ ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിച്ചത്. ആമേൻ. അപ്പം ഈ കൈൻ്റെ ആറ്റിറ്റ്യൂഡ് ദൈവത്തോടുള്ളത് തന്നെ തെറ്റിയായിരുന്നു. പിന്നെ എങ്ങനെ സഹോദരൻ്റെ കാര്യം ബാക്കി പറയണം? ഇതാണ് കുഴപ്പം. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം ഒന്നാമത്തെ കൽപ്പനയെന്ന് കർത്താവിൻ്റെ ഒന്നാമത്തത് ഇതാ, ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റുമെന്നേ. ഹല്ലേലൂയ. ഇപ്പം അവിടെ തെറ്റിപ്പോയാൽ പിന്നെ ദൈവത്തിൻ്റെ പ്രസാദകരമല്ലാത്തത് അർപ്പിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ, ആ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ സഹോദരനെ കൊല്ലുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ പോകുന്നത് എവിടെയാണ്? പുറത്തുനിന്ന് നോക്കിയാലോ അവർ രണ്ടും ഒരേ ചർച്ചിലാണ് കേട്ടോ പോകുന്നത്. അവർ ഇത്ര വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് ആരാധിക്കുന്നവരെന്നറിയാം. പക്ഷേ കമ്മ്യൂണിയൻ കൊടുത്തിട്ട് പരസ്പരം വിശുദ്ധ ചുംബനം ചെയ്യുമ്പോഴായിരിക്കും ഓരോന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറയല്ലേ, ഇങ്ങനെ നടന്ന് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ചുംബനം ചെയ്യുന്നതിനിടയ്ക്ക് ചെവി പറയുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ പ്രവൃത്തികളൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്. എന്നോടാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞതേ ഉള്ളൂ, നമ്മളാരും അങ്ങനെ ചെയ്യുന്നവരല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ദൈവത്തിൻ്റെ ഫാമിലിയിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഒരേ യേശുപ്പച്ചനേ ഉള്ളൂ, നമ്മൾ ഒരേ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നത്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. പക്ഷേ എന്നാലും ദൈവമക്കളുടെ ഇടയിൽ ഈ കൈനും ഏബിലും ഒക്കെ പോയത് ഒരേ സ്ഥലം. പക്ഷേ കർത്താവിൻ്റെ വരവെങ്കിൽ അറിയാം. ആമേൻ, ഹല്ലേലൂയ. ഇന്നിപ്പോൾ ഒന്നും നമ്മൾ ചിലത് ഉറപ്പായിട്ടും വെളിപ്പെടാതിരിക്കുന്ന കാര്യങ്ങളില്ല. വെളിപ്പെടുത്തേണ്ടതൊക്കെ ദൈവം വെളിപ്പെടുത്തും. ആരത് എങ്ങനെ ഇട്ട് മൂടാൻ നോക്കിയാലും വരേണ്ടതൊക്കെ വെളിച്ചാടും. ഹല്ലേലൂയ. അതൊരു പക്ഷേ എന്നാലും വെളി നിൽക്കുന്നവർ പറയുമ്പോഴെങ്ങനെയാണ് പറയുന്നത്? അവർ ഒരേ സ്ഥലത്ത് പോകുന്നവരാ, അവരെല്ലാവരും യേശുവിനെ വിളിക്കുന്നത്. ആ പാസ്റ്ററാന്ന് അവരുടെ പാസ്റ്റർ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അവരുടെ പാസ്റ്റർ. എന്നാലും ആ പുള്ളി പോയ കണ്ടില്ല, ദേവാസിൻ്റെ പോക്ക് ഇത്രയെല്ലാം കണ്ടിട്ടും ആ പുള്ളിയുടെ പോക്ക് കണ്ടോ? ആമേൻ, സ്തോത്രം. എന്നാലും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ പണി ചെയ്തത്. ആ പാസ്റ്റർ ആരാണോ അല്ലേ എന്തെല്ലാം പറയുന്നുണ്ട്. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ അതുകൊണ്ടാണ് കർത്താവിന് വചനം പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കൈനെ പോലെ ആവല്ലേ. അല്ലെങ്കിൽ ആ സ്നേഹമല്ല, അങ്ങനല്ല. ആമേൻ. അവനെ ഡാവിനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ശരിയാക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തോട് ചോദിക്കും, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കാവൽക്കാരനാണ്. ആമേൻ, സ്തോത്രം. എന്താണല്ലോ ശരി. ഹല്ലേലൂയ. നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ് തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെയല്ല കേട്ടോ, ആ വഴി തിരഞ്ഞെടുക്കരുത്. ആമേൻ. സഹോദരൻ്റെ വഴി നല്ലതാണെങ്കിൽ അത് ദൈവം അക്സെപ്റ്റ് ചെയ്തെങ്കിൽ, അത് അവനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, അവനെ ദൈവം മാനിക്കുന്നെങ്കിൽ കൂടെ സ്തോത്രം പറയുക. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഏറ്റെടുത്ത് നമ്മൾ നമ്മുടെ വഴികളെ ക്രമപ്പെടുത്തി, അല്ലാതെ ദൈവം എടുത്തുപയോഗിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നവരെ എല്ലാം കൂടി തിരിച്ചും മറിച്ചും മുമ്പിൽ നിന്നും പുറകിൽ നിന്നും ഒക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാതെ സ്നേഹം നടിക്കുക. എന്നിട്ട് ഒരേ ചർച്ച ചെന്ന് ഹല്ലേലൂയ കമ്മ്യൂണിയനും എടുത്ത് ഹല്ലേലൂയ ഇങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് ദൂഷ്യം വരുന്ന പ്രവൃത്തികൾ ചെയ്യാതെ കൈനെ പോലെ ആകരുന്ന് എടുത്തു പറയാനുള്ള കാരണം അതാ. ആമേൻ. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ,
അന്യോന്യം സ്നേഹിക്കുക. ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാരണമുണ്ട്. നമ്മൾ ചുമ്മാ ചെയ്യാനല്ല കർത്താവിൻ്റെ വചനം. അതിൻ്റെ ആ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ചെക്ക് ചെയ്യണം, നമ്മൾ ശോധന ചെയ്യണം. നമുക്ക് നോക്കാം. റോമാലേഖനം 13:8-11. റോമാലേഖനം 13:8-11 വരെ. റോമാലേഖനം 13. ഞാൻ വായിക്കാം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ. അടുത്ത വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ രക്ഷ നമുക്ക് അധികം അടുത്തിരിക്കുന്നത് കൊണ്ട് ആമേൻ എന്താ ചെയ്യേണ്ടേ? ഇത് ചെയ്യേണ്ടത്. ഏത് ചെയ്യേണ്ടത്? തമ്മിൽ സ്നേഹിക്കുക. ഹല്ലേലൂയ. സ്നേഹിക്കുക എന്നുള്ള കടമല്ലാതെ ബാക്കി എല്ലാ കടങ്ങളും വീട്ടുക. ആമേൻ. സഹോദരനല്ലേ, ഇപ്പോൾ തിരിച്ചു കൊടുത്തില്ലേലും സാരമില്ല എന്ന് ചിന്തിക്കരുത്. ഈ കടമല്ലാതെ വേറൊരു കടവും നമുക്ക് പാടില്ല. ആമേൻ. ഇതേ ഉള്ളൊരു കടമായിട്ടിരിക്കാൻ നമുക്ക് പാടുള്ളൂ. അപ്പം ഈ കടമല്ലാതെ വേറെ സകല കടങ്ങളും വീട്ടുക. പിന്നെ നിരപ്പ് പ്രാപിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നിരപ്പ് പ്രാപിക്കുക. വിട്ടുകളയേണ്ടത് നമ്മൾ വിട്ടുകളയുക. എന്തിനാ നമ്മളിത് ചെയ്യുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു റീസൺ അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം വിശ്വസിച്ച സമയത്തേക്ക് രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ? തമ്മിൽ സ്നേഹിക്കുക. ആത്മാവിൻ്റെ ഫലമാണ്. കർത്താവിൻ്റെ ഫലവികൾ എടുക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ രക്ഷ നമുക്ക് അടുത്തിരിക്കുക. അന്നേരം കർത്താവ് നോക്കുന്നത് എന്നാ? 1 മണിക്കൂർ പറഞ്ഞ അന്യഭാഷയാണോ, 2 മണിക്കൂർ പറഞ്ഞ അന്യഭാഷയാണോ, അല്ലെങ്കിൽ മുട്ടുകുത്തിയാണോ നിന്ന് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. എത്ര നേരം ബൈബിൾ വായിച്ചു, എന്തുമാത്രം വാക്യങ്ങൾ കാണാതെ അറിയാം. എത്ര ഉറക്കെയാണ് ചർച്ചിൽ പാടിയത്, തുള്ളിയാണോ പാടിയത്, എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെയാണോ നോക്കുന്നത്? ഹൃദയത്തിൽ പരിച്ഛേദന വന്നിട്ടുണ്ടോ, പുതിയ സൃഷ്ടിയാണോ എന്നുള്ളൊരു കാര്യമുള്ളൂ. ഇൻക്ലൂഡിങ് ഈ പറയുന്ന എന്നെ ഉൾപ്പെടെ കർത്താവ് നോക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ അറിയത്തുപോലുമില്ല. അപ്പം നമ്മൾ ഓർക്കുന്നത് അയ്യോ. ആമേൻ. അതുകൊണ്ട് അങ്ങനെയല്ല, കർത്താവ് നോക്കുന്ന ഒരു കാര്യമായത്. നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണ്? അപ്പം നമ്മൾ കർത്താവിൻ്റെ നാൾ അടുത്തു എന്ന് വരും തോറും നമ്മളെ തന്നെ ഇനിയിപ്പം വേറെ കൂടുതൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? വിട്ടേക്കാം, പോട്ടെ. എന്നാലും കർത്താവ് പറയും ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമ്മൾ ഓർക്കാൻ പോകുന്നത്. നമുക്ക് എന്തിനാണ് സമയം? അത് പോട്ടെ. ഇത് വെച്ചിട്ട് എനിക്കെന്നെ നിത്യത കളയണ്ട, പോട്ടെ, മറന്നേക്കാം, അങ്ങ് വിട്ടേക്കാം. കർത്താവ് അത് വിട്ട് കളഞ്ഞാൽ എൻ്റെ എത്ര കാര്യങ്ങൾ എൻ്റെ കർത്താവ് അങ്ങ് വിട്ട് കളഞ്ഞാൽ ഞാനങ്ങ് വിട്ട് കളഞ്ഞേക്കാം, പോട്ടെ. എനിക്ക് വലുത് എൻ്റെ അപ്പച്ചൻ്റെ സ്നേഹവും സാന്നിധ്യവും എൻ്റെ അപ്പച്ചൻ്റെ സഹിത്വമാണ്. അല്ലെങ്കിൽ എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് ദൈവത്തെ സ്നേഹിച്ചാൽ എൻ്റെ ദൈവം ഇവൻ എനിക്ക് പന്ന ചെയ്താലും ഞാൻ എന്നോട് കർത്താവ് സ്നേഹിക്കാൻ പറഞ്ഞ വ്യക്തി എന്നെ ഉപദ്രവിച്ചാൽ എനിക്കറിയാം ആ ഉപദ്രവം പ്ലസ് എല്ലാം കൂടി എനിക്ക് നന്മയ്ക്കായി വന്നതുകൊണ്ട് ഞാനത് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇത് ചെയ്താൽ മതി. അവൻ ചെയ്ത ഉപദ്രവം ഉൾപ്പെടെ കർത്താവിനറിയാം എങ്ങനെ എൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റും. ബിക്കോസ് ഐ ലവ് മൈ ജീസസ്. അത് കാരണം ഞാൻ അവനെ സ്നേഹിക്കുക. പക്ഷെ ഞാൻ അവനിൽ കർത്താവിനെ കാണും. അപ്പം എനിക്ക് കുഴപ്പമില്ലല്ലോ. കർത്താവ് ചെയ്തല്ലേ അപ്പം എൻ്റെ മുമ്പിലുള്ളൂ. അത് കാണുവാണ് നമുക്ക് സ്നേഹിക്കാൻ എളുപ്പമല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പിശാചിൻ്റെ പിടി അങ്ങ് പൊക്കോളിയല്ലേ നമ്മുടെ അടുത്തുനിന്ന്. അവൻ നമുക്ക് വെറുപ്പിക്കാനും ദേഷ്യം കൊണ്ടിരിക്കാനാണ് ചെയ്തതും അവർ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ പടപടാന്നിട്ട് തരും. ആമേൻ. അപ്പോൾ അതിനെല്ലാം ചവിട്ടി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന എല്ലാ ചിന്തകളും പിടിച്ചടക്കി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഞാൻ പിണങ്ങിയിരിക്കുമ്പോഴാണ് കർത്താവ് വന്നെങ്കിൽ പോയി. അതുകൊണ്ട് ഹല്ലേലൂയ, എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവെ നീ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിപ്പാൻ എനിക്ക് നീ കൃപ തരണേ എന്ന് അപ്പച്ചൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നമ്മുടെ പിതാവ് നമ്മളെ കൈവിട്ട് കളയത്തില്ല. ആമേൻ. അതുകൊണ്ട് ആദ്യത്തെ കൽപ്പന സ്തോത്രം, രണ്ടാമത്തേത് അതിനോട് സമം. സ്തോത്രം. അപ്പം രണ്ടാമത്തെ കൽപ്പനയ്ക്ക് വേറൊരു പേരുകൂടിയുണ്ട്, റോയൽ ലോ. രാജകീയമായ ഒരു പ്രമാണം അത്. റോയൽ ലോ ജെയിംസിനകത്ത് കിടപ്പുണ്ട്. നമ്മളത് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ചില വചനഭാഗങ്ങൾ മാത്രം നമ്മൾ വായിച്ചുള്ളൂ. ഹല്ലേലൂയ. ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞ് നമ്മൾ നിർത്താൻ പോവാണ്. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനം
6:24. വേറൊരു കാര്യം കൂടിയുണ്ട്. എഫേസ് ലേഖനം 6:24. ബുക്ക് ഓഫ് എഫേഷ്യൻസ് 6:24. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അമ്മേ, അപ്പോൾ കൃപ ആർക്കാ ഉള്ളേ? ഇതാണ് നല്ലൊരു ബെനഡിക്ഷൻ. നമ്മൾ ആക്ച്വലി ഇതൊക്കെ വേണം പറഞ്ഞു നിർത്താൻ, അല്ലല്ലേ? അപ്പം നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. ആമേൻ. കർത്താവ് യേശുവിൻ്റെ കൃപ നമ്മളെല്ലാവർക്കും കോമൺ ആയിട്ട് പറയും. പക്ഷെ ആർക്കാന്നറിയാം ആ കൃപ? ആ പറയുന്ന പ്രൊനൗൺസ്മെൻറ്റിലുള്ള ബ്ലെസ്സിങ് പോകുന്ന ആർക്കാന്നറിയാം? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. അതിന് യോഗ്യരായവരുടെ മേൽ അത് വീഴും. അത് ആർക്കാ അത് കിട്ടുന്നേ? കണ്ടോ, കൃപ ഇരിക്കുന്ന ആരുടെ കൂടെയാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശകലം സ്നേഹിക്കുന്നവരുടെ കൂടെയാണോ? അല്ല, അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൂടെ. അക്ഷയമായെന്ന് വെച്ചാൽ അതിന് ക്ഷയമില്ല ഒന്നിനെയും. അതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ പോളിസി. എന്ത് വന്നാലും ശരി, ഈ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ഒന്നിനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്നേഹം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. ഇനി ഇത് വേണ്ടാന്നങ്ങ് വെച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തുണ്ട് 1 കൊരിന്ത്യൻ 16:22. 1 കൊരിന്ത്യൻ 16. ഞാൻ ഉണ്ടാക്കി പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് മാത്രം വായിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ 22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. നമ്മളോട് വെച്ച് സ്റ്റോപ്പ്. ഞാൻ കുറച്ചു നേരമായി നിർത്തുക എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഓരോ വചനങ്ങൾ പറയും. പക്ഷെ എന്നാലും നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൃപ ഇരിക്കുമ്പോൾ കൂടെ ഇരിക്കും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ബാക്കി പൂരിപ്പിച്ചോളുക. 1 കൊരിന്ത്യൻ 16:22. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ്റെ അവസ്ഥ. സ്തോത്രം. അവൻ വ്യഭിചാരം ചെയ്യണ്ട, അവൻ കൊലപാതകം ചെയ്യണ്ട, ഇതൊന്നും ചെയ്യണ്ടേ ശാപം വരാൻ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ മതി. കർത്താവിനെ സ്നേഹിക്കാതിരിക്കുമ്പോഴേ ഉള്ളൂ ഈ പറയപ്പെട്ടതൊക്കെ വരത്തുള്ളൂ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കർത്താവിനെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കും. ആമേൻ. സഹോദരനെ സ്നേഹിക്കാത്തവനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ശാപം. ഇത് വരാനുള്ള റൂട്ട് കോസ് എവിടാ? അതിവിടെയാണ്. അതുകൊണ്ടാണ് കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവൻ്റെ കൂടെ കൃപയിരിക്കും. ഉഴപ്പുന്നവൻ്റെ കൂടെയോ? ഹല്ലേലൂയ. ഉഴപ്പുന്നവരാണ് സ്നേഹിക്കാതിരിക്കുന്നത്. അപ്പോഴാണ് പല പല കുഴികളിൽ ചെന്ന് ചാടുന്നത്. അപ്പോഴാണ് സ്വയസ്നേഹികളായും ലോകസ്നേഹികളായിട്ടൊക്കെ മാറും. അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ട. നമ്മുടെ അപ്പച്ചനെ അക്ഷയമായി സ്നേഹിക്കുവാൻ ഇവിടെ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. എങ്ങനെ നമുക്കത് കാണിക്കാം? ഹല്ലേലൂയ. സ്തോത്രം. തമ്മിൽ സ്നേഹിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം. രണ്ടാമത്തത്, ഇതിനോട് സമം, ഇതിനോട് ഈക്വൽ ആണെങ്കിൽ, ഇതിനോട് സമമാണെങ്കിൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തെ മാത്രം സ്നേഹിച്ച് പാട്ടും പാടി ആരാധിച്ചിരിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യാതെ അത് ചെയ്യണം. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടുന്ന എല്ലാ മഹത്വവും നമ്മൾ കൊടുക്കണം. ദൈവത്തെ അനുസരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനയോ എന്ന് എടുത്ത് നമുക്ക് തന്നിരിക്കും. കുഞ്ഞുങ്ങളെ ആദ്യം മുതലുള്ളത്, പുതിയതല്ല, ആദ്യം മുതലുള്ളത് എല്ലാം എന്താ? സ്നേഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് എന്തിനു നമ്മളിത് ചെയ്യണം? കർത്താവിൻ്റെ വരവടുത്തിരിക്കുക. നമ്മുടെ രക്ഷ നമ്മുടെ അടുത്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് പോകണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളോട് പറഞ്ഞു സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആരെ പോലെ സ്നേഹിക്കല്ലേ? കൈനെ പോലെ സ്നേഹിക്കല്ലേ. ഒരേ സ്ഥലത്ത് ഒരേ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് എങ്ങനെ ചെയ്യണം? ആ പ്രകടനം വേണ്ട. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, കൈനെ പോലുള്ള സ്നേഹമല്ല, ആത്മാർത്ഥമായ സ്നേഹം. തമ്മിൽ സ്നേഹിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അക്ഷയമായി സ്നേഹിക്കാൻ നമ്മളെല്ലാവരും, നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ മഹത്വം യേശുവിന് തരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അപ്പോൾ ഈ വചനം പറഞ്ഞ് എന്നെ എൻ്റെ അപ്പച്ചൻ്റെ കാര്യങ്ങൾ ആദ്യം ഏൽപ്പിക്കുക. കർത്താവ്, എനിക്ക് കൃപ തരണേ അപ്പച്ച. കർത്താവ്, നിൻ്റെ വചനത്തിനനുസരിച്ച് കർത്താവെ സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ അപ്പച്ച.
അപ്പച്ചാ സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്ന പല മേഖലകളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുക. അപ്പച്ചൻ്റെ രക്തത്തിൽ എന്നെ കഴുകണം. ഇനിയുള്ള ദിവസങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അപ്പച്ചാ സ്തോത്രം, സകല വിഷയങ്ങളും കാണുവാൻ, സകലരെയും കാണുവാൻ കർത്താവ് കൃപ തന്ന അപ്പച്ചാ, നിൻ്റെ ആറ്റിറ്റ്യൂഡ്, നിൻ്റെ സ്നേഹം, അപ്പച്ചൻ്റെ അനുഗ്രഹം, അപ്പച്ചൻ്റെ ആർദ്രത കർത്താവെ, ഹല്ലേലൂയ അപ്പച്ചാ സ്തോത്രം, അങ്ങനെ ഹൃദയപൂർവ്വം ഒറ്റ സ്നേഹിക്കുവാനുള്ള കൃപ നൽകി അപ്പച്ചൻ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുപ്പച്ചൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട ഞങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുക കർത്താവെ. അപ്പച്ചാ സ്തോത്രം, ഞങ്ങളുടെ രക്ഷ അപ്പച്ചാ സ്തോത്രം അടുത്തിരിക്കാൻ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ കർത്താവെ, അങ്ങനെ അപ്പച്ചാ നിന്നോടുള്ള സ്നേഹം അപ്പച്ചാ അത് പ്രത്യക്ഷമാകുവാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി നിന്നെ അക്ഷയമായിട്ട് അപ്പച്ചനെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അപ്പച്ചാ സ്വയ സ്നേഹത്തിൽ നിന്നും ലോക സ്നേഹത്തിൽ നിന്നും എല്ലാം ഞങ്ങളെ വിടുവിച്ച് കൊള്ളണമേ. അപ്പച്ചാടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മാത്രം അപ്പച്ചനെ നന്ദി. അപ്പം മിനിസിനായി പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥാനത്തെ മറിക്കണം. അമ്മച്ചിക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകണം. സകലത്തിലും കൂടെ ഇരിക്കാൻ നന്ദി അപ്പ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ കുടുംബം മുഴുവൻ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയാൽ നന്ദി. താഴ്ത്തി സമർപ്പിക്കുന്ന എല്ലാ മഹത്വം അപ്പച്ചനെ സ്തോത്രം അപ്പ. എല്ലാം ഞങ്ങളുടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ.